നമസ്കാരം. ഹൃദയ മലയാളത്തിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. HSAയും നെറ്റും സെറ്റും കേട്ടറ്റും ഒക്കെ അടുത്തിരിക്കുന്നു. എവിടെ എത്തി നിങ്ങളുടെ ഓരോരുത്തരുടെയും പഠനം? നിങ്ങളെ സഹായിക്കാൻ നമ്മളുണ്ട്. നമ്മള് കുറച്ച് ദിവസങ്ങളായി ചെയ്തു വരുന്ന PYQ ഡിസ്കഷൻ തന്നെയാണ് ഇന്നും ചെയ്യാൻ പോകുന്നത്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട പ്രധാന കാര്യം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. ഇനി ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താഴെ പറയുന്നവയിൽ ഒന്നാം കേരള മന്ത്രിസഭയിൽ അംഗമായിരുന്നവർ: എ. ജോസഫ് മുണ്ടശ്ശേരി, ബി. KR ഗൗരിയമ്മ, സി. VR കൃഷ്ണയ്യർ, ഡി. പനമ്പിള്ളി ഗോവിന്ദമേനോൻ ആൻഡ് ഇ. R ശങ്കർ. നമുക്ക് ഒന്നാം കേരള മന്ത്രിസഭയെ കുറിച്ച് ആദ്യം ഒന്ന് അറിഞ്ഞിരിക്കാം. പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്ത മന്ത്രിമാർ ആരൊക്കെയെന്ന് അറിഞ്ഞതിന് ശേഷം ഈ ചോദ്യത്തിലേക്ക് വീണ്ടും വരാം. ശ്രദ്ധിക്കുക, ഒന്നാം കേരള മന്ത്രിസഭ. EMS നമ്പൂതിരിപ്പാടായിരുന്നു നമ്മുടെ ആദ്യ മുഖ്യമന്ത്രി. സി. അച്യുതമേനോൻ ധനകാര്യമന്ത്രി, KP ഗോപാലൻ വ്യവസായ മന്ത്രി, KR ഗൗരിയമ്മ റവന്യൂ എക്സൈസ് വകുപ്പ് മന്ത്രി, ജോസഫ് മുണ്ടശ്ശേരി വിദ്യാഭ്യാസ സഹകരണ വകുപ്പ് മന്ത്രി, TV തോമസ് തൊഴിൽ ഗതാഗത മന്ത്രി, KR ഗൗരിയമ്മയുടെ ഭർത്താവായിരുന്നു, PK ചാത്തൻ മാസ്റ്റർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി, TA മജീദ് പൊതുമരാമത്ത് മന്ത്രി, KC ജോർജ് ഭക്ഷ്യ വനം മന്ത്രി, VR കൃഷ്ണയ്യർ ജലസേചനം, MAR മേനോൻ ആരോഗ്യമന്ത്രി. ശ്രദ്ധിക്കുക, ഈ പ്രധാന കാര്യങ്ങൾ പഠിച്ചു വെക്കുക, നിർബന്ധമായിട്ടും പഠിക്കുക. നമ്മൾ നെറ്റ് സെറ്റിന് വേണ്ടി മാത്രമല്ല, ഏതൊരു പരീക്ഷയ്ക്കും കേരള PSC നടത്തുന്ന പരീക്ഷകൾക്കും ചോദിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, നമ്മൾ ഇന്നത്തെ മന്ത്രിമാരെ കുറിച്ച് പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ആദ്യ മന്ത്രിസഭയെ കുറിച്ച്, ആരാണ് ഓരോ വകുപ്പും ആദ്യമായിട്ട് കൈകാര്യം ചെയ്തത് എന്ന് കൂടി പഠിച്ചാൽ നല്ലതായിരിക്കും. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് കേരളത്തിലെ ആദ്യ റവന്യൂ മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ KR ഗൗരിയമ്മ എന്ന ഉത്തരം നിങ്ങൾക്ക് പറയാൻ സാധിക്കണം. പിന്നെ നമുക്ക് ഏറ്റവും പരിചിതനായ ഒരാൾ ഇതിലുണ്ട്, ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട്, കൊഴിഞ്ഞ ഇലകൾ. ഇനി നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ഇതിനോടകം നിങ്ങൾ ഉത്തരത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടാവും. ഓപ്ഷൻ 1 ആണ് ശരിയായ ഉത്തരം. എ. ജോസഫ് മുണ്ടശ്ശേരി, ബി. KR ഗൗരിയമ്മ, സി. VR കൃഷ്ണയ്യർ. ഇവരായിരുന്നു ഈ ഓപ്ഷൻസിൽ കേരള മന്ത്രിസഭയിൽ അംഗമായിരുന്നവർ. ഇനി ബാക്കി രണ്ടുപേരും ആരെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പനമ്പിള്ളി ഗോവിന്ദമേനോൻ. അദ്ദേഹം കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കേന്ദ്രമന്ത്രിയായിരുന്നു. അടുത്ത പേര് R ശങ്കർ. നിങ്ങൾക്ക് പരിചയമുള്ള പേരാണ്. കേരളത്തിന്റെ ആദ്യ ഉപമുഖ്യമന്ത്രിയും കേരളത്തിലെ ആദ്യ കോൺഗ്രസ് മുഖ്യമന്ത്രിയുമായിരുന്നു R ശങ്കർ. ഇനി ഒന്നാം കേരള മന്ത്രിസഭയെ കുറിച്ചുള്ള മറ്റു ചില കാര്യങ്ങൾ കൂടി നോക്കാം. 1957 മാർച്ച് 16 ഒന്നാം കേരള മന്ത്രിസഭ നിലവിൽ വന്നത്. അതിനു മുന്നേ കേരളത്തിൽ രാഷ്ട്രപതി ഭരണമായിരുന്നു. 1956 നവംബർ 1 നമ്മുടെ കേരള സംസ്ഥാനം രൂപം കൊണ്ടത്. ഇനി ഒന്നാം കേരള നിയമസഭയെ കുറിച്ചുള്ള മറ്റു ചില കാര്യങ്ങൾ നോക്കാം. 1957 മാർച്ച് 16 ഒന്നാം കേരള നിയമസഭ നിലവിൽ വന്നത്. 1956 നവംബർ 1 നമ്മുടെ സംസ്ഥാനം രൂപീകരിച്ചത് എന്ന കാര്യം കൂടി ഓർത്തു വെക്കുക. അപ്പോൾ ഇവിടെ കേരള മന്ത്രിസഭയെ കുറിച്ചായിരുന്നു നമ്മൾ നോക്കിയത്. ജോസഫ് മുണ്ടശ്ശേരി, KR ഗൗരിയമ്മ, VR കൃഷ്ണയ്യർ. ABC മാത്രം വരുന്ന ഓപ്ഷൻ 1 ആണ് ശരിയായ ഉത്തരം. കേരള മന്ത്രിസഭയിൽ ഒന്നാം കേരള മന്ത്രിസഭയിലെ ബാക്കി മന്ത്രിമാരെ കുറിച്ച് കൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിയമസഭ നിലവിൽ വന്നത് എപ്പോഴാണെന്ന് നോക്കിക്കഴിഞ്ഞു. കേരളത്തിലെ ആദ്യ ഗവർണർ B രാമകൃഷ്ണ റാവു ആയിരുന്നു. ആദ്യ സ്പീക്കർ ശങ്കരനാരായണൻ തമ്പി ആയിരുന്നു. ആദ്യ പ്രതിപക്ഷ നേതാവ് PT ചാക്കോ ആയിരുന്നു. ആദ്യ ഡെപ്യൂട്ടി സ്പീക്കർ KO ആയിഷാബായി ആയിരുന്നു. ഒന്നാം കേരള നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് WH ഡിക്രൂസ് ആയിരുന്നു. ഒന്നാം കേരള നിയമസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് WH ഡിക്രൂസ് ആയിരുന്നു. അപ്പോൾ
കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും ഈ കാര്യങ്ങൾ മറക്കരുത്. നമ്മൾ സ്കൂൾ തലം തൊട്ട് പഠിച്ചു വരുന്ന കാര്യമാണ്. അതുകൊണ്ട് ഇവയൊക്കെ എന്നും മനസ്സിൽ സൂക്ഷിക്കുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചേരുംപടി ചേർക്കുക. പട്ടിക 1 നോവൽ വിവർത്തനം. ചെമ്മീൻ, മീശ, മനുഷ്യന് ഒരു ആമുഖം, ആരാച്ചാർ. മറുവശത്ത് വിവർത്തകർ ജയശ്രീ കളത്തിൽ, ജയദേവിക, അനിത നായർ, ഫാത്തിമ, ഇ.വി. ഫാത്തിമ. 4 വിവർത്തകർ, 4 നോവൽ. ആരാണ് ഈ നോവൽ എഴുതിയത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. ചെമ്മീൻ ആരുടെ നോവലാണ്? അതെ, തകഴി ശിവശങ്കരപിള്ളയുടെ നോവലാണ്. മീശ എസ് ഹരീഷ്, മനുഷ്യനൊരാമുഖം സുഭാഷ് ചന്ദ്രന്റെ ആദ്യ നോവലാണ്. ആരാച്ചാർ നമുക്കൊക്കെ പ്രിയപ്പെട്ട, നമ്മളെല്ലാവരും വായിച്ചിരിക്കുന്ന KR മീരയുടെ നോവലാണ്. ഇനി ഇത് ഇംഗ്ലീഷ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് ആര് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഈ ചോദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ നോവലും നോവൽ എഴുതിയ ആളും പ്രസിദ്ധീകരിച്ച വർഷവും പ്രധാന കഥാപാത്രങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു പോകും. അതിന്റെ കൂടെ ഇതാരാണ് വിവർത്തനം ചെയ്തത്, അതിനുശേഷം ഏതൊക്കെ ഭാഷയിലേക്കാണ് ഇത് വിവർത്തനം ചെയ്യപ്പെട്ടത് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം എന്നാണ് ഈ ക്വസ്റ്റ്യൻ നമ്മളോട് പറയുന്നത്. ആദ്യമായി ചെമ്മീനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനുശേഷം വിവർത്തനത്തിലേക്കും വിവർത്തകരിലേക്കും വരാം. തകഴി ശിവശങ്കരപിള്ള 1956 ചെമ്മീൻ രചിച്ചത്. ഈ കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ ഏറ്റവും ആദ്യം ശ്രമിച്ചത് സർദാർ KM പണിക്കർ ആയിരുന്നു. പക്ഷേ മൂലകൃതിയുടെ പ്രസിദ്ധീകരണത്തിന് തൊട്ടു പിൻപേ പുറത്തിറങ്ങിയ ചെമ്മീൻ ഒരു നിരൂപണം എന്ന കൃതിയിൽ ഡോക്ടർ വേലുക്കുട്ടി അരയൻ അത്തരമൊരു ഉദ്യമത്തെ പേരെടുത്ത് പരിഹസിക്കുന്നു. ശ്രദ്ധിക്കുക, ചെമ്മീൻ ഒരു നിരൂപണം, ഡോക്ടർ വേലുക്കുട്ടി അരയൻ. ആദ്യം ഇതിനെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യാൻ ശ്രമിച്ചത് KM പണിക്കർ ആയിരുന്നു. പക്ഷെ ആ ഒരു ശ്രമത്തെ വേലുക്കുട്ടി അരയൻ വിമർശിക്കുന്നു. ഇതേ തുടർന്ന് KM പണിക്കർ അത് തുടർന്നില്ല. ആ ഒരു ശ്രമം അവിടെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അറബി ഭാഷയിൽ ഈ നോവൽ ഷമ്മീൻ എന്ന പേരിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അറബി ഭാഷയിൽ ചെമ്മീൻ വിവർത്തനം ചെയ്തു. അതിന്റെ പേര് ഷമ്മീൻ എന്നായിരുന്നു. മുഹ്യുദ്ദീൻ ആലുവായി ആയിരുന്നു ചെമ്മീൻ അറബിയിലേക്ക് വിവർത്തനം ചെയ്തത്. അപ്പോൾ ആദ്യം നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ആ ക്വസ്റ്റ്യനിൽ കണ്ട വാക്ക് ചെമ്മീൻ ആയിരുന്നു. നമ്മൾ പഠിച്ചു ചെമ്മീൻ തകഴി ശിവശങ്കരപിള്ളയുടെ നോവലാണ്. 1956 വർഷം. ഇതിനെ ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്താൽ ആദ്യം ശ്രമിച്ചത് സർദാർ KM പണിക്കർ ആയിരുന്നു. പക്ഷേ വേലുക്കുട്ടി അരയൻ ചെമ്മീൻ ഒരു നിരൂപണം എന്ന ഗ്രന്ഥത്തിലെ ആ ഒരു ഉദ്യമത്തെ വിമർശിച്ചു. ഇതേ തുടർന്ന് സർദാർ KM പണിക്കർ ആ ശ്രമം ഉപേക്ഷിക്കുകയും ചെയ്തു. അറബിയിലേക്ക് അടക്കം ഇതിന്റെ വിവർത്തനം വന്നിട്ടുണ്ട്. അതിന്റെ പേര് ഷമ്മീൻ എന്നായിരുന്നു. അപ്പോൾ ആദ്യത്തെ വാക്ക്, നമ്മുടെ ചോദ്യത്തിലെ ആദ്യ വാക്ക് ചെമ്മീൻ. ചെമ്മീൻ എന്ന നോവലിനെ കുറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയാം. ഇനി അടുത്തതിലേക്ക് പോവാം. മീശ, ഈ പേര് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അടുത്ത് പുറത്തിറങ്ങിയ ഒരു നോവലായിരുന്നു. ഒരുപാട് വിവാദങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇത് എഴുതിയത് ആരായിരുന്നു? എസ് ഹരീഷ് ആയിരുന്നു. ശ്രദ്ധിക്ക, മീശ എഴുതിയത് എസ് ഹരീഷ്, അത് വിവർത്തനം ചെയ്തത് ജയശ്രീ കളത്തിൽ. ശ്രദ്ധിക്ക, മീശ എഴുതിയത് എസ് ഹരീഷ്, അത് വിവർത്തനം ചെയ്തത് ജയശ്രീ കളത്തിൽ. നമുക്കറിയാം മീശയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയും ഏകദേശം മൂന്ന് പ്രാവശ്യം അത് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ വന്നു. 3 ഭാഗങ്ങൾക്ക് ശേഷം തന്നെ അതിന്റെ പ്രസിദ്ധീകരണം അല്ലെങ്കിൽ ആ ഒരു നോവൽ നിരോധിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് DC ബുക്സ് അത് പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയാണ് ചെയ്തത്. 2020 JCB സാഹിത്യ പുരസ്കാരത്തിന് മീശ എന്ന നോവൽ അർഹമായി. 2019 മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും എസ് ഹരീഷിന്റെ മീശ എന്ന നോവലിന് ലഭിച്ചു. ശ്രദ്ധിക്കുക, പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്താണ്, അതിൽ ഉണ്ടായ വിവാദം എന്തൊക്കെയാണ്. ഒരു കാലത്തെ കേരളീയ ജീവിതം, ദളിത് ജീവിതം ഒക്കെയാണ് മീശയിൽ പശ്ചാത്തലമായി വരുന്നത്. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്ത കാലത്ത് വന്നെയാണ് നമ്മളിൽ പലരും വായിച്ചിട്ടുണ്ടാവും മീശ എന്ന നോവല്. അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ജയശ്രീ കളത്തിലാണ്. ശ്രദ്ധിക്കുക. അടുത്ത നോവലാണ് മനുഷ്യന് ഒരാമുഖം. എഴുതിയതാരാണ്?
സുഭാഷ് ചന്ദ്രനാണ്. സുഭാഷ് ചന്ദ്രന്റെ മലയാളത്തിലെ ആദ്യ നോവലാണ്. ഇനി ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. തച്ചനക്കര എന്ന സാങ്കല്പിക ദേശത്തിന്റെ പശ്ചാത്തലത്തിൽ രചിച്ച നോവൽ ഏത്? ഉത്തരം മനുഷ്യന് ഒരാമുഖം. തച്ചനക്കര എന്ന സാങ്കല്പിക ദേശം, അതിന്റെ പശ്ചാത്തലത്തിൽ സുഭാഷ് ചന്ദ്രൻ എഴുതിയ നോവൽ മനുഷ്യന് ഒരാമുഖം. ഇനി അടുത്ത പോയിന്റ്, ജിതേന്ദ്രനാണ് കേന്ദ്ര കഥാപാത്രം. ശ്രദ്ധിക്കുക, ജിതേന്ദ്രനാണ് കേന്ദ്ര കഥാപാത്രം. കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഓടക്കുഴൽ അവാർഡും വയലാർ അവാർഡും ഒക്കെ ലഭിച്ച നോവലാണ് മനുഷ്യന് ഒരാമുഖം. സുഭാഷ് ചന്ദ്രൻ, തച്ചനക്കര, ജിതേന്ദ്രൻ, ഈ പേരുകള് ഓർമ്മിച്ച് വെക്കുക. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ഫാത്തിമ EV. അതിന്റെ പേര് എ പ്രിഫേസ് ടു മാൻ എന്നാണ്. എ പ്രിഫേസ് ടു മാൻ എന്ന് ഈ പുസ്തകത്തിന് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം വന്നിട്ടുണ്ട്. അതിന്റെ പേര് അത് നിർവഹിച്ചത് ഫാത്തിമ EV. അടുത്തത് ആരാച്ചാർ. എഴുതിയതാരാണ് നിങ്ങൾക്കറിയാം, KR മീര. ആരാച്ചാർ KR മീര. ചെറുപ്പത്തിലേ കേൾക്കുന്നുണ്ട്, നമ്മൾ ഒരുപാട് പ്രാവശ്യം പഠിച്ചു. നമ്മൾക്ക് ആ ഒരു കാര്യം ഉറപ്പാണ്. ആരാച്ചാർ KR മീര. പ്രധാന കഥാപാത്രത്തിന്റെ പേര് ചേതന. പ്രധാന കഥാപാത്രത്തിന്റെ പേര് ചേതന. ഹാങ് വുമൺ എന്ന പേരിലാണ് അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടത്. ദേവികയാണ് വിവർത്തനം നിർവഹിച്ചത്. നേരത്തെ നമ്മള് മനുഷ്യനൊരാമുഖം പറഞ്ഞതുപോലെ തന്നെ ആരാച്ചാറിനെ തേടിയും ഒരുപാട് പുരസ്കാരങ്ങൾ എത്തി. ഓടക്കുഴൽ പുരസ്കാരം, വയലാർ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. ശ്രദ്ധിക്കുക, ആരാച്ചാർ, ചേതന, KR മീര. അതിനെ ഇംഗ്ലീഷിലേക്ക് ഹാങ് വുമൺ എന്ന പേരിലേക്ക് വിവർത്തനം ചെയ്തത് ദേവിക. വീണ്ടും നമുക്ക് ചോദ്യത്തിലേക്ക് വരാം. ചെമ്മീൻ എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? ഇതായിരുന്നു നമ്മുടെ ചോദ്യം. ഉത്തരം എന്താണ്? ഓപ്ഷൻ 3 അനിത നായർ ആണ് ഉത്തരം. ഇനി മുസ്റ്റാഷ് അല്ലെങ്കിൽ മീശ S ഹരീഷിന്റെ നോവലാണ്. അത് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? അതിന് ഉത്തരം എന്താണ്? ഓപ്ഷൻ 1 ജയശ്രീ കളത്തിൽ. ഓപ്ഷൻ 1 ജയശ്രീ കളത്തിൽ. ഇനി സി എ പ്രിഫേസ് ടു മാൻ അല്ലെങ്കിൽ മനുഷ്യന് ഒരാമുഖം, അത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരായിരുന്നു? EV ഫാത്തിമ. ഇനി ഹാങ് വുമൺ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദേവിക. നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, ഇങ്ങനെയാണ് നെറ്റ് പരീക്ഷയ്ക്ക് വരുന്ന അല്ലെങ്കിൽ മുമ്പത്തെ ഏതെങ്കിലും ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ഒരു ചോദ്യത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. ചെമ്മീൻ, മീശ, മനുഷ്യനൊരാമുഖം, ആരാച്ചാർ, ഇവയെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആര് എന്ന് മാത്രം പഠിച്ചു വെച്ചത് കൊണ്ട് കാര്യമില്ല. നോവലിനെ കുറിച്ച്, നോവൽ എഴുതിയ ആളെ കുറിച്ച്, അതിന് കിട്ടിയ പ്രധാന അവാർഡുകളെ കുറിച്ച് ഒക്കെ മനസ്സിലാക്കി വേണം മുന്നോട്ട് പോവാൻ. ഇതേപോലെ ഇനിയൊരു നെറ്റ് എക്സാമിന് ഇതേ ചോദ്യം നിങ്ങൾ പ്രതീക്ഷിക്കരുത്. പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വിവർത്തകരെയോ എഴുത്തുകാരെയോ ഈ കൃതിയുമായി ബന്ധപ്പെട്ട ചോദ്യം മറ്റൊരു രൂപത്തിൽ നെറ്റ് പരീക്ഷയ്ക്ക് നിങ്ങളെ തേടിയെത്തിയേക്കാം. ഇനി ഒന്നും കൂടി ഉത്തരം നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. ചെമ്മീൻ ഓപ്ഷൻ 3 അനിത നായർ A3 ആണ്. മീശ ആരായിരുന്നു? ജയശ്രീ കളത്തിലായിരുന്നു. മീശ ജയശ്രീ കളത്തിൽ. മനുഷ്യന് ഒരാമുഖം EV ഫാത്തിമയായിരുന്നു. ആൻഡ് ആരാച്ചാർ ഓപ്ഷൻ 2 ദേവികയായിരുന്നു. ശ്രദ്ധിക്കുക, ഇതാരാണ് നോവൽ എഴുതിയത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ചോദ്യം ആരാണ് വിവർത്തനം ചെയ്തതെന്നാണ്. ശ്രദ്ധിക്കുക, പ്രധാന കഥാപാത്രങ്ങൾ ആര് എന്ന് മനസ്സിലാക്കുക. തച്ചനക്കര, ജിതേന്ദ്രൻ ഇവർ ഏത് നോവലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാല് മനുഷ്യനൊരാമുഖം. ആരാച്ചാർ അതിലെ പ്രധാന കഥാപാത്രം ചേതന. ഈ കാര്യങ്ങളൊക്കെ മനസ്സിൽ ഉറപ്പിച്ചു വെക്കുക. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഇതുപോലുള്ള മറ്റു ചോദ്യങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അയക്കുന്നതായിരിക്കും. നിങ്ങൾ ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അംഗമായി മാറുക. അതിനുവേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഗ്രൂപ്പിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്, അത് ജോയിൻ ചെയ്യുക. ബാക്കി കാര്യങ്ങൾ നിങ്ങൾ കമന്റ്സിലൂടെ നമ്മളെ അറിയിക്കുക. എല്ലാവരും പഠിക്കുക. ഇത് സെറ്റിനും നെറ്റിനും ഒക്കെ ഉപകാരപ്പെടുന്ന ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടി, ശ്രദ്ധയോടുകൂടി, ഊർജത്തോടു കൂടി പഠിക്കുക. വിജയിക്കുക. നന്ദി, നമസ്കാരം.